my YouTube channel. കുറച്ച് നാളല്ല പെരുന്നാൾ വ്ളോഗ് ഇട്ടതിന് ശേഷം ഇപ്പോഴാണ് എനിക്ക് വ്ളോഗ് ഇടാനുള്ള ഒരു സാഹചര്യം കിട്ടിയത്. കാരണം കോളേജിൽ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് വെക്കാത്ത അസൈൻമെന്റ്, വെക്കാത്ത റെക്കോർഡ് എല്ലാം വെക്കേണ്ട സമയമായിരുന്നു. കാരണം നമുക്ക് സെം എക്സാം എടുക്കാറായി. അത് മാത്രമല്ല അറ്റൻഡൻസ് ഇല്ലാത്തവർക്ക് റെമഡിയൽ അറ്റൻഡ് ചെയ്യണം. അപ്പോൾ എന്തായാലും എനിക്കും എൻ്റെ ഫ്രണ്ട്സിനും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും റെമഡിയലൊക്കെ 3 മണി തൊട്ട് 4 മണി വരെ അറ്റൻഡ് ചെയ്തിട്ടാണ് ഹോസ്റ്റലിലോട്ട് വരുന്നത്. അത് കഴിഞ്ഞിട്ടൊരു ലോങ് വീഡിയോ എടുക്കാനുള്ള ടൈമൊന്നും സത്യം പറഞ്ഞാൽ ഇപ്പം ഇല്ല. നമ്മുടെ ഹോസ്റ്റലിലൊക്കെ ആരുമില്ല. സേതുവിൻ്റെ പെട്ടല്ലേ, സേതുവില്ല. അബാർസ് എന്ന് പോകുന്ന ഹന്ന എപ്പോഴാണ് പോകുന്നത്? ഹന്ന നാളെ പോകുന്നത്. ഹോസ്റ്റലിലൊന്നും ഒരു പിള്ളേർ പോലും ഇല്ല ഗൈസ്. കാരണം ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയും അവധി എടുത്ത ഒരാഴ്ചയാണ് ഇവിടെ ലീവ്. അല്ലേ ബാക്ക്ഗ്രൗണ്ടിൽ ക്യാമറമാൻ ഉണ്ട്. അപ്പം പക്ഷെ നമുക്ക് ആ 2 ദിവസം പോലും ലീവ് എടുക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് ക്രിട്ടിക്കൽ സ്റ്റേജാണ്. അപ്പം നമ്മൾ കോളേജിൽ പോകാൻ വേണ്ടിയിട്ട് ഇതാ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഹന്നക്ക് എന്താ പറയാനുള്ളത്? റെമഡിയിലുണ്ടോ? ഒറ്റ സബ്. നമുക്ക് 2 സബ്. എന്നാ നാട്ടിൽ പോകാം? ഇന്ന് റെമഡിയിൽ കംപ്ലീറ്റ് ചെയ്തിട്ട് നടക്കും. കണ്ടോ, അവർക്കൊക്കെ നാട്ടിൽ പോവാം. നമുക്കേ ഉള്ളൂ നാട്ടിൽ പോകാൻ പറ്റാത്ത. എനിക്ക് നാട്ടിൽ പോയാലും വിഷമം. എന്താ? എനിക്ക് നാട്ടിൽ പോകുന്നതിന്റെ വിഷമം. അവർക്ക് വിഷമമൊന്നുമില്ല ഗൈസ്. ഒരു ദിവസമെങ്കിലും ഉണ്ടെങ്കിൽ വീട്ടിൽ പോകുന്ന ഞാനാണ് ഇപ്പം ഇവിടെ നിൽക്കുന്നത്. ഒരു ദിവസമെങ്കിലും ലീവുള്ളപ്പോ വീട്ടിൽ പോകുന്ന ഞാനാണ് ഇപ്പൊ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്. വിഷമമുണ്ട്, ഒത്തിരി വിഷമമുണ്ട്. അപ്പൊ ഇനി നമുക്ക് ബൈ ഗൈസ്. അപ്പൊ ഇനി കോളേജിൽ പോവാം. ബൈ ബൈ. എല്ലാം പഠിച്ചിട്ട് ഫുൾ മാർക്കിന് വേണ്ടി കാത്തിരിക്കുന്ന മമ്മദ് 13 പ്രോഗ്രാം പഠിച്ചേക്കുവാണ്. 12 പ്രോഗ്രാമേ ഉള്ളൂ. അതിൽ ബാക്കിലിരിക്കുന്ന ബുജ്ജി പിന്നെ അതിലും വലിയ ബുജ്ജിയാണ്. കളർ ബ്ലൈൻഡ്നെസ് ആണോ ഇതിന്? ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. സയൻസ് പഠിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. ഇല്ല, കൊമേഴ്സ് ആണ്. കൊമേഴ്സിന് അറിയാനുണ്ട്. എന്റെ ബ്ലോഗിനെ പറ്റി 2 അഭിപ്രായം പറയാമോ? നല്ലത് പറ. മൈക്ക് തരാം പറയാൻ വേണ്ടിട്ട്. ഹായ് ഗൈസ്. സോനയ്ക്ക് ഒന്നും ഇടാൻ പറ്റത്തില്ല. ഞാൻ എന്ത് വീഡിയോ എടുത്താലും സോന പറയും എന്നെ കട്ട് ചെയ്യൂ. എന്താ സോന ഇങ്ങനെ? ഇൻട്രോവേർട്ട് ആണെങ്കിൽ എന്താ? ഞാനൊരു ആംബിവേർട്ട് ആണ്. ഇവിടെ ഇപ്പൊ 10 ആൾക്കാർ ഇരിക്കുന്നുണ്ട്. ഹായ്. ഇത്രയും ലേറ്റ് ആയിട്ടാണ് ക്ലാസ് വരുന്നത്. എത്ര മണിയായി? 1:30. 1:40. പറഞ്ഞോ, അത് ഓണാക്ക്. കത്തിയോ? കോമഡി. നാച്ചു, എന്റെ വ്ളോഗിനെ പറ്റി 2 വാക്കുകൾ. വ്ളോഗിനെ പറ്റി 2 വാക്കുകൾ. വ്ളോഗ് 1 വാക്ക്, വ്ളോഗ് 2 വാക്ക്. ചിരിക്കരുത്. അങ്ങനെ ഗൈസ്, നമ്മളപ്പോ പുതിയ അൺബോക്സ് ചെയ്യാൻ പോകുകയാണ്. ഇന്നത്തെ വ്ളോഗ് എന്ന് വെച്ചാൽ അത് കുഴപ്പമില്ല. അതിന് തുണ്ട് എഴുതുന്ന ചെയ്യൂ. നാണുണ്ടോ? പഠിച്ചില്ലെങ്കിൽ പഠിച്ചില്ലെന്നേ ഉള്ളൂ. അതൊക്കെ മമ്മ ഒരക്ഷരം പഠിക്കത്തുമില്ല. അതല്ല 20 മാർക്ക് ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും പ്രാക്ടിക്കൽ ആരും മാർക്കില്ല.
അപ്പൊ ഇന്ന് മയക്ക് മതിയതേ. നമ്മളില്ലെങ്കിൽ നമ്മളെ ചെറിയ ക്ലാസ്സിൽ കയറുന്ന ഫ്രണ്ട്സാണ് ഗൈസ് നമുക്കുള്ളത്. അതുകൊണ്ട് നമ്മള് അവരില്ലാത്തപ്പോ നമ്മള് ക്ലാസ്സിൽ കയറും. അതൊരു ചതിയല്ല, അതൊരു ചതിയുടെ അത് തന്നെ. നീ വാങ്ങിട്ടോ പാട്ട് പാടണ്ട ഗൈസ്. ഇതേപോലെ പല വിഡ്ഢിത്തരങ്ങളും പറയും. അപ്പൊ നമ്മൾ എല്ലാവരും എന്ത് വെച്ച് പറയാൻ അറിയാതെ ബ്ലോഗ് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പ്ലേ ബട്ടൺ എന്റെയൊക്കെ ഇൻസ്റ്റാഗ്രാമേ എല്ലാവർക്കും കിട്ടിക്കഴിഞ്ഞിട്ടായിരിക്കും എനിക്ക് കിട്ടും. എനിക്ക് തുടക്കത്തിൽ എല്ലാം കിട്ടും. ആണോ? എന്നാ നീ നിശ്ചയം എനിക്ക് തരുമോ? സോറി ഗൈസ്. ഇപ്പൊ നമ്മള് JK പീരീഡ് ആണ്. JK എന്ന് പറയുമ്പോൾ ജസ്റ്റ് കിഡിങ്ങും കാര്യങ്ങളൊന്നും അല്ല. നമുക്ക് ജീവൻ കൗശൽ എന്ന് പറയുന്നത് ലൈഫ് സ്കിൽസ്. പക്ഷെ നമുക്ക് ലൈഫിൽ ഒരുപാട് സ്കില്ലുള്ളതുകൊണ്ട് നമ്മൾ ലൈഫ് സ്കിൽസ് ക്ലാസ്സിൽ പോകാറില്ല. അതാണ്. എപ്പോഴും അറ്റൻഡ് ഒക്കെ ചെയ്യും. അല്ല, നമ്മൾ എപ്പോഴും അറ്റൻഡ് ചെയ്യും. അതുകൊണ്ട് നമുക്ക് റെമഡിയിലുണ്ട്. റെമഡിയിലൊക്കെ നമ്മൾ എഴുതി കൊടുക്കണം. റെമഡിയിലെ സോന നമ്മളെ ചതിച്ച് ഫുള്ള് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് ചെയ്യണം. ഇല്ല അങ്ങനെയല്ല. നമ്മളിപ്പോ എന്തെങ്കിലും ചെയ്യാതിരുന്നപ്പോ അവളുടെ റിയാക്ഷൻ വേറെ ആയിരിക്കും. നോക്കിട്ട് നമ്മൾ ഈ കാണിക്കുന്നത് ഇത് ഞാൻ നിങ്ങളോട് IML അസൈൻമെന്റ് നിങ്ങൾ എന്നോട് ചോദിക്കാണ്ട് സബ്മിറ്റ് ചെയ്തില്ലേ? അതാണ് സോനയുടെ ഇപ്പോഴത്തെ രോഗം. അതെ, അതിന്റെ പ്രതികാരമാണ്. എന്തെങ്കിലും ആവട്ടെ. നമുക്ക് ആകെ കിട്ടുന്ന ഒരു ഫ്രീ പീരീഡ് എന്ന് പറയാൻ ഒരു JK ക്ലാസ് ഉണ്ട്. ഇങ്ങനെയെന്ന് വെച്ചാൽ 2 മണിക്കൂറുണ്ട്. 2 മണിക്കൂർ നമ്മൾ ക്ലാസ്സിൽ ചെലവഴിക്കാൻ പോകുകയാണ്. അതാണ് നമ്മുടെ ഇന്നത്തെ വ്ലോഗ്. ഒന്ന് റെക്കോർഡായില്ല. വെക്കണോടി പൊട്ടത്തി ആ പൂട വെക്കണം. അപ്പൊ ആവുമ്പോ ഒരു അതാവുമ്പോ ഒരു ചാർജ് തീർന്നതാ. സോന ഉറങ്ങുന്നു. സോന ഗൈസ്, അപ്പം ഞാൻ പറയാം ഗൈസ്. അപ്പം നമ്മൾ നേരത്തെ നമ്മുടെ മൈക്കിൻ്റെ കുറച്ച് പ്രശ്നം കാരണം ഒരു ടങ് ട്വിസ്റ്റർ പറഞ്ഞത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാനിപ്പോൾ ആൻജിക്കൊരു ചലഞ്ച് കൊടുത്തു. ലൈക്ക് ഒരു അഞ്ചിയുടെ മക്കള് ഇതടി. അപ്പോൾ ഞാനൊരു ചലഞ്ച് കൊടുത്തു. ഞാൻ പറഞ്ഞ ടങ് ട്വിസ്റ്റർ ഒരു 5 തവണ സ്പീഡിൽ പറഞ്ഞാൽ 100 rupees cash prize. അന്തിക്ക് കുണ്ടിതപ്പെട്ട കുന്തി ദേവി കിണ്ടി കഴിക്കുമ്പോൾ കിണ്ടികളിൽ ഒരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു. അന്തിക്ക് കുണ്ടിതപ്പെട്ട കുന്തി ദേവി കിണ്ടി കഴിക്കുമ്പോൾ കിണ്ടികളിൽ ഒരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു. ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല, സ്പീഡിന് പറയണം. അന്തിക്ക് കുണ്ടിതപ്പെട്ട കുന്തി ദേവി കിണ്ടി കഴിക്കുമ്പോൾ അന്തിക്ക് കുണ്ടിതപ്പെട്ട കുന്തി ദേവി കുന്തി ദേവി കിണ്ടി കഴിക്കുമ്പോൾ കിണ്ടികളിൽ ഒരു കിണ്ടി ഉരുണ്ടങ്ങ് കുണ്ടിൽ വീണു. അന്തിക്ക് കുണ്ടിതപ്പെട്ട കുന്തി ദേവി കിണ്ടി കഴിക്കുമ്പോൾ കിണ്ടി ഉരുണ്ട് കിണ്ടികളിൽ ഒരു കിണ്ടി ഉരുണ്ട് കിണ്ടികളിൽ ഒരു കിണ്ടി. നിങ്ങൾ കൗണ്ട് ഒന്ന് എക്സാമിന് വേണ്ടി പ്രാർത്ഥിക്കാനുള്ളത്. ഹായ് സൈഫു. ഉച്ചയ്ക്ക് മാത്രം കോളേജിൽ വരുന്ന ഒരു ഇടും ഞാൻ ഇടും പെണ്ണുണ്ട. അപ്പം അടുത്ത പീരീഡ് ആണ് നമുക്ക് ലാബ് എക്സാം. എന്താമത്തെ അതാണ് നിഹാദ് എന്റെ ബ്ലോഗിലൊരു ഹായ് പറഞ്ഞേ. വേണമെങ്കിൽ മറ്റേ ഇതിനെ പറ്റി 2 വാക്ക് പറഞ്ഞു. നിന്റെ ഏജൻസി ഒരു ഏജന്റ് ആണ്. വലിയൊരു ഏജന്റ്. എന്തിന്? നാട്ടില് ഫുഡ് കഴിക്കണം. അതിന് നാട്ടിൽ പോവാ. എക്സാം എഴുതിയിട്ട് പോവാ സോന. ക്ലാസ്സിലെല്ലാവരും പോയി. എല്ലാവർക്കും അറ്റൻഡൻസ് ഉണ്ട്. സോ എല്ലാവരും പോയി. നേഹയ്ക്ക് അറ്റൻഡൻസ് ഉണ്ട്, പക്ഷെ നേഹ പോകത്തില്ല. ആൻജിക്ക് അറ്റൻഡൻസ് ഇല്ല, അതുകൊണ്ട് ആൻജി ഇരിക്കുന്നത്. എനിക്കും അറ്റൻഡൻസ് ഇല്ല, അതുകൊണ്ട് ഞാൻ ഇരിക്കുന്നത്. നമുക്കെല്ലാവരും നാട്ടിൽ പോകുന്നതാകുമ്പോൾ ഇങ്ങനെ കൊതിയായിട്ട് വയ്യ നാട്ടിൽ പോകാൻ വേണ്ടി. അറ്റൻഡൻസ് ഇതിനാണ് നമ്മൾ കറക്റ്റിന് ക്ലാസ്സിലിരിക്കണം എന്ന് പറയും. അപ്പം അവസാനം നമുക്ക് ഇങ്ങനെ പോകാൻ പറ്റും. ദുഃഖിക്കേണ്ടി വരും. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു അഞ്ചി? അടിപൊളി. ബ്യൂട്ടിഫുൾ ആയിട്ട് ഞാൻ
അതുകൊണ്ട് ഇനി തേഴ്സ്ഡേ ഒരു എക്സാം കൂടി എഴുതാൻ ചാൻസ് മിസ് വന്നിട്ടുണ്ട്. നല്ലപോലെ എഴുതുന്നുണ്ട്. തേഴ്സ്ഡേ പോയി എഴുതിയേ പറ്റൂ എനിക്കും എല്ലാവർക്കും. ഇതാണ് നമ്മുടെ ക്ലാസ്സിലെ ബുജ്ജി ജസ്റ്റീന. ഇവക്ക് കിട്ടാത്ത അവാർഡുകളില്ല, കിട്ടാത്ത ക്യാഷ് പ്രൈസുകളില്ല. ആ ക്യാഷ് പ്രൈസ് കിട്ടിയതിന് ചിലവ് എപ്പോഴാണ് തരണം. എന്തിനൊക്കെ എനിക്ക് കിട്ടിയേ ഗൈസ്? ഇപ്പൊ നമ്മുടെ ജസ്റ്റിക്ക് കിട്ടിയേക്കുന്ന അച്ചീവ്മെന്റ്സ് കേട്ടാ നിങ്ങൾ ഞെട്ടും. ഇതൊന്നും എന്താന്ന് പോലും നമുക്കറിയാം. ഗൈസ് ഇതിന്റെ എല്ലാം ട്രീറ്റ് നമുക്ക് ജസ്റ്റ് തരുന്നതായിരിക്കും അല്ലേ ജസ്റ്റ്? 5 അവാർഡാണ് കിട്ടിയിരിക്കുന്നത്. ആന ഒരു ഹായ് പറഞ്ഞേ. നേഹ പിന്നെ 24 മണിക്കൂറും പഠിത്തമാണ്. അറ്റൻഡൻസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പഠിത്തമാണ്. നേഹ എല്ലാവർക്കും അറിയാം. നേഹ നീയാണ് ഫേമസ്. കൊള്ളായിരുന്നോ? ഓ ഫാൻ മൊമെന്റ്. എന്തോ ഒരു മൊമെന്റ്. ശ്രീലക്ഷ്മിയുടെ കുടിയലിന് പോകാത്തതിന്റെ വിഷമം ശ്രീലക്ഷ്മി പറഞ്ഞോണ്ടിരുന്നേ ഗൈസ്. എങ്ങനെയായിരുന്നു നേഹ ബിരിയാണി? അടിപൊളി. വീഡിയോ വരുമ്പോ കാണിക്കണേ. നീ കണ്ടതല്ലേ, നമ്മള് പോയില്ലല്ലോ. ആക്ച്വലി നമ്മള് വരാനിരുന്നതാ ഒരു വ്ളോഗൊക്കെ എടുക്കാൻ വേണ്ടിട്ട്. എന്താ ആണോ നീ ആരോ ആയിട്ടോ ഗൈസ് തള്ളിക്കൊണ്ടിരിക്കാണ്. കാഴ്ചയാണ് എന്താ ചെയ്യുന്ന എഴുതോ? ബാക്കിയുള്ള പിള്ളേരും എഴുതാൻ പോകുന്നു. താങ്ക് യു ഗൈസ്. 3 മണി തൊട്ട് 4 മണി വരെ റെമഡിയിൽ ഇരിക്കണം. അഞ്ചി ഹായ് മമ്മ സേ ഹായ്. മമ്മതിൻ്റെ പേരൻസ് ഇത് കാണണം. കുട്ടി ഇവിടെ 3 മണി തൊട്ട് 4 മണി വരെ റെമഡിയിലിരിക്കും. ഇടും. ഇത് ബ്ലോഗിൽ ഇടല്ലെന്ന് പറഞ്ഞുകൊണ്ട് എന്തായാലും ഇടും. ഗൈസ് റെമഡിയിൽ എഴുതിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ബ്രേക്കിന് വേണ്ടിയിട്ട് റെമഡിയിൽ ഇരിക്കാത്ത ഒരു വ്യക്തി മിഠായി കൊണ്ട് വന്നു. ആദ്യമായിട്ടാണ് ഇത് റെമഡിയിൽ ഇരിക്കുന്നത്. നമ്മളൊക്കെ സ്ഥിരം ഇരിക്കുന്നവരല്ലേ ഗൈസ്. ഇപ്പം നമ്മൾ കോളേജൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഹോസ്റ്റലിലെത്തേക്കുവാണ്. റെമഡിയിലും ഇരുന്നു, എല്ലാം ഇരുന്നു. 4 മണി വരെ റെമഡിയിലൊക്കെ അറ്റൻഡ് ചെയ്തിട്ടാണ് വന്നത്. അതുകൊണ്ട് തന്നെ ക്ഷീണിച്ചൊരു കുഴഞ്ഞൊരു പരുവായി ഗൈസ്. എങ്ങനെ ഉണ്ടായിരുന്നു റെമഡിയിൽ? എന്തായിരുന്നു, നമ്മൾ പെട്ടെന്ന് തീർത്തു. എനിക്ക് തിയറിക്കും ലാബിനും ഷോർട്ടേജ് ഉണ്ട്. പക്ഷെ രണ്ടും ഒറ്റയടിക്ക് എഴുതി കൊടുത്തോണ്ട് 4 മണിക്കെങ്കിലും വരാൻ പറ്റി. അല്ലെങ്കിൽ കുറേ നേരം അവിടെ നിൽക്കേണ്ടി വന്നേനെ. പക്ഷെ എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ ഇനി ഉറങ്ങിയാൽ മതി ഗൈസ്, അത്രയ്ക്ക് കുഴഞ്ഞ. അപ്പോൾ ഇതേപോലെ കോളേജ് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഞാൻ ഇനിയും കോളേജ് വീഡിയോസ് ആയിട്ട് വരുന്നതാണ്. അതുമാത്രമല്ല ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ അത്രയ്ക്കുള്ളൂ. ബൈ.